കാല് ജസ്റ്റ് താഴേക്കിനെ കാണിക്കുമ്പോൾ ഓപ്പൺ ചെയ്യുന്നു കണ്ടോ. ടൊയോട്ടയുടെ 2022 മോഡൽ ലാൻഡ് ക്രൂയിസറിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് സെറിമണിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ആ സെറിമണിയിലേക്ക് നമുക്കൊരു ഇൻവിറ്റേഷൻ ലഭിച്ചു, നമ്മൾ അതിലേക്ക് പോവാണ്. Assalamu alaikum wa rahmatullahi wa barakatuh. To witness the launch of the most awaited, the pride of the land, the all-new 2022 Toyota Land Cruiser. ഇങ്ങനെയുള്ള കണ്ടന്റുകളൊക്കെ ചെയ്യാൻ ഇൻവിറ്റേഷൻ തരുന്നത് ടൊയോട്ടയുടെ ഒഫീഷ്യൽസ് ആണ് കേട്ടോ. അപ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ സെഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ അവരൊന്ന് കവർ ചെയ്ത് കാണിച്ചു തരാം. ടൊയോട്ട ലാൻഡ് ക്രൂയിസറിൻ്റെ 70th ആനിവേഴ്സറി, അതായത് സപ്തതി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 70th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന വണ്ടികളുടെയൊക്കെ ലോഞ്ച് നടന്നിട്ടുള്ളത്. ഈ വണ്ടികളുടെയൊക്കെ മേലെ 70th ആനിവേഴ്സറി എന്നുള്ളത് ലേബൽ ചെയ്തിട്ട് കാണാനും സാധിക്കും. അപ്പോൾ 1951, അതായത് 70 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ ലാൻഡ് ക്രൂയിസറിൻ്റെ രൂപം ഞാനൊന്ന് കാണിച്ചു തരാം. ആ കാണുന്നതായിരുന്നു ആദ്യത്തെ ലാൻഡ് ക്രൂയിസർ മോഡൽ, 1951 വന്നത്. പിന്നീട് 1955 ഈ ടൈപ്പ് ലാൻഡ് ക്രൂയിസർ വന്നു. അവിടെ നിന്ന് യാത്ര ചെയ്ത് 70 വർഷങ്ങൾക്കിപ്പുറം ഈ കാണുന്ന വണ്ടികളിലേക്ക് പരിണാമം സംഭവിച്ച് ലാൻഡ് ക്രൂയിസർ ഒരു കിടിലൻ പുലിയായിട്ട്, കിങ് ഓഫ് റോഡായിട്ട് നിലനിൽക്കുകയാണ്. ആളൊഴിഞ്ഞു അരങ്ങൊഴിഞ്ഞു എന്നൊക്കെ പറയുന്ന പോലെ മൊത്തത്തിൽ ലാൻഡ് ക്രൂയിസർ കുട്ടികളൊക്കെ ഫ്രീ ആയി, ആളുകളൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. ഇനി നമ്മളും നമ്മുടെ വണ്ടികളും ഉള്ളത്. അപ്പോൾ വണ്ടികളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാഴ്ചകളിലേക്ക് നമുക്കിനി ഒരുമിച്ച് പോവാം. സോ ലാൻഡ് ക്രൂയിസർ VXR ആണ് എൻ്റെ മുമ്പിലുള്ളത്. 4 മോഡലുകളാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഷോറൂമിൽ നമുക്ക് കാണിക്കാനായിട്ടുള്ളത്. അപ്പോൾ ലാൻഡ് ക്രൂയിസർ VXR ഈ കാണുന്ന മോഡലാണ് ഏറ്റവും ഹൈ എൻഡ് മോഡൽ എന്ന് പറയാൻ സാധിക്കുക. ഈ ഒരു ഹൈ എൻഡ് മോഡലിൻ്റെ ഡിസൈൻ തന്നെ എടുത്തു പറയേണ്ടതാണ്. ഇതുവരെ കണ്ടിട്ടുള്ള ലാൻഡ് ക്രൂയിസറുകളെ വെച്ച് നോക്കുമ്പോൾ 2022 വരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനിലൂടെയാണ് വന്നിട്ടുള്ളത്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഗ്രിൽസിൻ്റെ കൂടെ തന്നെ ഹെഡ് ലാമ്പ് നൽകുന്നൊരു സപ്പോർട്ട് ഹെവിയാണ്. 3 ബൾബുകളുടെ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഹെഡ് ലാമ്പാണ്. അതിന്റെ നേരെ താഴെയായിട്ടൊരു സീക്വൻഷ്യൽ ടേണിംഗ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രിൽസിന്റെ ഡിസൈൻ വണ്ടിക്ക് ഹെവി മസ്കുലാരിറ്റി നൽകുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഫ്രണ്ട് ഡിസൈനിൽ നിന്ന് ബാക്കിലോട്ട് പോകുമ്പോൾ അതിന്റെ റൂഫ് റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പിൻ്റെ നേരെ താഴെയായിട്ട് നമുക്ക് കാണാം ഹെഡ് ലാമ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ. അതിൻ്റെ താഴെ സെൻസറുകൾ കാണാം. അതുപോലെ 4 സൈഡിലും ക്യാമറകൾ വന്നിട്ടുണ്ട്. ഇത് ഈ ഫ്രണ്ടിൽ കാണുന്നത് ക്യാമറയാണ് കേട്ടോ. 20 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് ഈ ഒരു VXR മോഡലിൽ വരുന്നത് കേട്ടോ. ഫ്രണ്ട് പോർഷൻ്റെ ഡിസൈൻ തന്നെയാണ് എടുത്ത് പറയേണ്ടത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സൈറ്റിംഗ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു പുതിയ ഡിസൈൻ എങ്ങനെയാണെന്നുള്ളത് കാണാനാണ്. ബാക്കിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 70th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് പുതിയ ലാൻഡ് ക്രൂയിസറുകൾ ഡിസൈൻ ചെയ്തിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത്. ആ 70th ആനിവേഴ്സറി എന്നുള്ളത് എൻഗ്രേവ് ചെയ്തിട്ട് നമുക്ക് ബാക്കിൽ കാണാൻ സാധിക്കും. ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു മസ്കുലാർ ഡിസൈൻ ബാക്കിലേക്ക് വരുമ്പോൾ അതിനൊരു ഫിനിഷിംഗ് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ കണ്ട ആ ഒരു സീക്വൻഷ്യൽ ടേണിംഗ് ലൈറ്റൊക്കെ ബാക്കിലും അതുപോലെ തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ബാക്കിലും ഫ്രണ്ടിലും സൈഡുകളിലും ആയിട്ട് സെൻസർ ആൻഡ് ക്യാമറ വരുന്നുണ്ട്. മിററിന്റെ അടിഭാഗത്ത് ഈ ഭാഗത്തായിട്ടാണ് ക്യാമറ വരുന്നത്. അപ്പോൾ
അങ്ങനെ വണ്ടിയുടെ 4 സൈഡും നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു സെൻസർ ആൻഡ് ക്യാമറ ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ. മറ്റ് പല സ്ഥലങ്ങളിലും ലാൻഡ് ക്രൂസറിൻ്റെ 2022 മോഡൽ ലോഞ്ച് ആയെങ്കിലും ഖത്തറിൽ ഇതേ ഇപ്പോഴാണ് ലോഞ്ച് ആവുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ വീഡിയോസിലൂടെയൊക്കെ പല ഓപ്ഷൻസും അറിഞ്ഞു വെച്ചിട്ടുണ്ടാകും. പല ആളുകളും വളരെ എക്സൈറ്റിംഗ് ആയിട്ട് കണ്ട കുറേ കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് ഇൻറ്റീരിയറിലും സിസ്റ്റത്തിലൊക്കെ അത്രമാത്രം പുതിയ ഓപ്ഷൻസ് ആണ് വന്നിട്ടുള്ളത്. സോ അതിലേക്കൊക്കെയാണ് നമ്മളിനി പോകുന്നത്. നമ്മൾ ഇൻറ്റീരിയറിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വണ്ടിയുടെ എഞ്ചിൻ യൂണിറ്റ് ഒന്ന് ജസ്റ്റ് കാണാം. 6 സിലിണ്ടർ 3.5 ട്വിൻ ടർബോ എഞ്ചിനാണ് ഈ ലാൻഡ് ക്രൂയിസർ VXRൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 409 അതായത് 409 ഹോഴ്സ് പവർ ആണ് ഈ വണ്ടിയുടെ പവർ. ഇനി ഇൻറ്റീരിയറിലേക്ക് പോവാം. സോ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഡിസൈനൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണെന്നുള്ളത് കാണാൻ സാധിക്കും. പഴയ ലാൻഡ് ക്രൂയിസറുകളിൽ നിന്ന് പുതിയ 2022 മോഡലിലേക്ക് വരുമ്പോൾ ലെതറിൻ്റെ ഒരു ഉപയോഗം കുറേ കൂടിയിട്ടുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. ഈവൻ സ്റ്റിയറിംഗിൽ അതുപോലെ തന്നെ ഡാഷ്ബോർഡ്സിലൊക്കെ ലെതർ കോട്ടിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഡോറിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഇത് ഇവിടെ ലെതർ സ്റ്റിച്ചിങ് കാണാം. ഡോർ ഹാൻഡിൽ ട്രിം ഒരു ബ്ലാക്ക് കാർബൺ ഡിസൈനാണ്. അത് ഇപ്പോൾ ഫ്രണ്ടിലെ ഡോറിലായാലും ബാക്കിലെ ഡോറിലായാലും നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ടൈപ്പ് ഓഫ് ഡിസൈനാണുള്ളത്. പിന്നെ ബാക്കിലെ ഡോറ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് കാണാം, അത് ഉള്ളിൽ കയറിയിട്ട് പറയേണ്ട കാര്യമാണ്, JBLന്റെ ഒരു സ്പീക്കർ സിസ്റ്റം ആണ് ഈ വണ്ടിയിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ടിലെ ഡോറിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. അതിലിപ്പോൾ മെമ്മറി സീറ്റ്സ് ആണ് ആദ്യം നമുക്ക് എടുത്തു പറയേണ്ടത്. ഓരോ ആളുടെയും കംഫർട്ടിന് കണക്കായിട്ട് സീറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലെങ്ത് കൂടുതലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ അവർക്കൊക്കെ കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ സീറ്റ് സെറ്റ് ചെയ്യാനുള്ള മെമ്മറി ഉണ്ട് അവിടെ. പിന്നെ മിറർ, ഫോൾഡിംഗ് മിററാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ മിററിന്റെ മുകളിൽ തന്നെ ഒരു സെൻസർ നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടടുത്തൂടെ ഏതെങ്കിലും വണ്ടി വരുന്ന സമയത്ത് കൃത്യമായിട്ട് സെൻസ് ചെയ്തിട്ട് ഇതിൽ ഇൻഡിക്കേഷൻ വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ ബാക്കി വിൻഡോ കൺട്രോളുകളൊക്കെ നമുക്ക് ഈ ഒരു ഡോറിന്റെ മുകളിൽ കാണാം. VXRൽ ഡോർ ഹാൻഡിലിനും അതുപോലെ തന്നെ മിററിന്റെ മുകളിലും ഒക്കെ ക്രോം ഫിനിഷ് വരുന്നുണ്ട് കേട്ടോ. സ്റ്റിയറിംഗ് വീല് ഒരു ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീലാണ്. അതായത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണം. അതായത് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ സ്റ്റിയറിംഗ് വീല് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ലെതർ കോട്ടഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിന്റെ മുകളിൽ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും, ഇൻക്ലൂഡിങ് നമ്മുടെ മ്യൂസിക് സിസ്റ്റംസ്, അതുപോലെ തന്നെ കോൾ കൺട്രോൾ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഒരു പ്രീമിയം കാറിലുള്ള എല്ലാ ഓപ്ഷൻസും സ്റ്റിയറിംഗ് വീലിലുണ്ട്. ക്രൂയിസ് കൺട്രോൾ ഓപ്ഷൻസും സ്റ്റിയറിംഗ് വീലിൽ തന്നെയാണ് വരുന്നത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ നേരെ ഫ്രണ്ടിലായിട്ട് ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ കാണാം. ഒരു 12.3 ഇഞ്ച് വലിയൊരു ഡിസ്പ്ലേ നമുക്ക് കാണാം. അതിൽ തന്നെ നാവിഗേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി ഓഡിയോ വീഡിയോ സംഭവങ്ങളൊക്കെ ഈ ഒരു ഡിസ്പ്ലേയിലാണ് വരിക. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേയും ഉണ്ട് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ഈ കാണുന്നത് സീറ്റ് കൂളിംഗ് ആണ്. നമ്മുടെ ഈ ലാൻഡ് ക്രൂയിസർ VXRൽ സീറ്റ്സ് ഒക്കെ നമുക്ക് കൂളാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സീറ്റ്സ് ഹീറ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്. തൊട്ട് താഴെയായിട്ട് നമുക്കൊരു CD പ്ലെയർ കാണാൻ സാധിക്കും. JBLന്റെ CD പ്ലെയർ ആണ് ഇതിലുള്ളത്. ഒരു 10 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം ആണ് ലാൻഡ് ക്രൂയിസർ VXRലുള്ളത്. അതുപോലെ തന്നെ ഡ്രൈവ് മോഡൊക്കെ നമുക്ക് ഈ ഒരു ബട്ടണിലൂടെ നമുക്ക് ചൂസ് ചെയ്ത് മാറ്റാൻ സാധിക്കും. ഇത് ടിൽറ്റ് ചെയ്യുന്നതിന് കണക്കായിട്ട് നമുക്ക് ഇവിടെ കാണാം കസ്റ്റം, സ്പോർട്സ്, അതുപോലെ തന്നെ നോർമൽ, കംഫർട്ട്, എക്കോ, അങ്ങനെ ഡിഫറെന്റ് ഡ്രൈവ് മോഡിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഗിയറിന്റെ നേരെ ഫ്രണ്ടിലുള്ള ഈ ഒരു പോർഷനിലായിട്ട് നമുക്കൊരു USB പോർട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതൊരു വയർലെസ് ചാർജർ യൂണിറ്റ് ആണ്. അവിടെ ഫോൺ നമുക്ക് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ വയർലെസ്ലി നമുക്ക് ചാർജ് ആവുന്നത് കാണാൻ സാധിക്കും. വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു വയർലെസ് ചാർജിങ് യൂണിറ്റ് ഈ ഒരു വണ്ടിയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാർക്കിംഗ് ഓപ്ഷൻസും ഒക്കെ ഇവിടെ നമുക്ക് കാണാം. അതുപോലെ തന്നെ 4x4 ഡ്രൈവിന്റെ ഓപ്ഷൻസ് ഒക്കെ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു 2 കോഫി പോട്ട് വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ കൂൾ ബോക്സിന്റെ ഡിസൈൻ എടുത്തു പറയേണ്ടതാണ്. ഈ ഒരു സൈഡിൽ നിന്നാണ് ഇതിന്റെ ഓപ്പണിങ്. അത് 2 യൂണിറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂൾ ബോക്സ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ളൊരു കൂൾ ബോക്സ് ഉണ്ട്. അതുപോലെ കൂൾ ബോക്സ് ഇവിടെ ഓൺ ചെയ്യാനുള്ള ബട്ടൺ കാണാം. കൂൾ ബോക്സിന്റെ ഏരിയ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും ഓപ്പണബിൾ ആണ് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഓപ്പൺ ആവുക. അപ്പുറത്തും ഇപ്പുറത്തുനിന്നും അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. പിന്നെ പാസഞ്ചർ സീറ്റിന്റെ അടുത്തായിട്ട് നമുക്ക് കാണാം ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ സ്റ്റോറേജ് സ്പേസിന് 2 ഭാഗങ്ങളുണ്ട്. അതിൽ പിന്നെ മാനുവലൊക്കെ വെക്കുന്നതിന് ശേഷം പിന്നെ സ്പേസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ഫയർ എക്സ്റ്റിംഗ്വിഷർ കാണാം. പിന്നെ സീറ്റ്സ് അഡ്ജസ്റ്റ്മെന്റ് കാണാം. ഇതെല്ലാം ബട്ടണുകളിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് സീറ്റ്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉള്ളത്. സീറ്റ്സ് കൂളിംഗ് ഉള്ള സീറ്റ്സ് ആണ് എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി പറഞ്ഞു. ഇനി അതുപോലെ തന്നെ സൺറൂഫിന്റെ കൺട്രോളുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. സൺറൂഫ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടന്റെ ഇവിടെ കാണാം, ഓപ്പൺ ആവുകയാണ് കണ്ടോ. സൺറൂഫിന്റെ കൺട്രോൾ പാനലിൽ തന്നെ ലൈറ്റ്സിന്റെ ഒക്കെ കൺട്രോൾ കാണാം. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റിലും പാസഞ്ചർ സീറ്റിലും വാനിറ്റി മിററുകൾ കാണാൻ സാധിക്കും. പിന്നെ ഡ്രൈവർ സീറ്റിന്റെയും പാസഞ്ചർ സീറ്റിന്റെയും സൈഡിലായിട്ട് മൈക്കുകൾ കാണാൻ സാധിക്കും.
ഇതൊക്കെയാണ് ഫ്രണ്ട് സീറ്റിൽ നിന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നേരെ ബാക്കിലേക്ക് നോക്കുമ്പോൾ ബാക്ക് സീറ്റിലും AC കൺട്രോൾ ഓപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് 2 ഡിസ്പ്ലേ സെപ്പറേറ്റ്ലി നൽകിയിട്ടുണ്ട്. കാർഗോ സ്പേസിലേക്ക് നോക്കുമ്പോൾ ഇഷ്ടംപോലെ സ്പേസ് ഉള്ള ഒരു കാർഗോ സ്പേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ലാൻഡ് ക്രൂയിസർ VXRൽ വന്നിട്ടുള്ള ഒരു വേറൊരു ചേഞ്ച് ആണ്. ഇതിപ്പോൾ ഒരു 5 സീറ്റർ വണ്ടിയാണ്. അത് 7 സീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാർഗോ സ്പേസിൽ ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സീറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു സീറ്റ് വരികയാണ്. ആ സീറ്റ് അവിടെ ഇങ്ങനെ സെറ്റ് ആവുകയാണ്. നമ്മൾ നോർമൽ മാനുവലായിട്ട് ചെയ്യേണ്ടതില്ല. ജസ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കും. മറ്റേ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സീറ്റും ഓപ്പൺ ആകുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഈ ഒരു പുതിയ മോഡലിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച് ആണ് കേട്ടോ. അത് നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു സീറ്റായിട്ട് മാറുകയാണ് അവിടെ. അപ്പോൾ മാനുവലായിട്ട് ചെയ്യേണ്ട ഒരു പണി നമുക്ക് കുറഞ്ഞു എന്നുള്ളതാണ് ഈ ഒരു വണ്ടിയിലെ ഒരു പ്രത്യേകത. കാർഗോ സ്പേസ് ഒരു 1 ടച്ച് ക്ലോസിങ് ആൻഡ് ഓപ്പണിംഗ് ഓപ്ഷൻ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് ഒരു 1 ടച്ച് ബട്ടൺ ഉള്ളത്. ആ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകുന്നത് കാണാം. ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ നമുക്ക് ബാക്കിലെ ആ ഒരു ക്യാമറയുടെ പൊസിഷൻ കാണാം. അപ്പോൾ സിമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഉള്ളത്, എൻ്റെ കയ്യിൽ കീ ഉണ്ട്. ഞാൻ കാല് ജസ്റ്റ് താഴേക്കിനെ കാണിക്കുമ്പോൾ ഓപ്പൺ ചെയ്യുന്നത് കണ്ടോ. അതൊരു നല്ലൊരു പുതിയൊരു ഓപ്ഷനാണ് ലാൻഡ് ക്രൂയിസർ VXRൽ വന്നിട്ടുള്ളത്. അതായത് നമ്മൾ സിമ്പിളായിട്ട് ഒന്ന് കാലുകൊണ്ട് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യുന്ന ഒരു പുതിയൊരു സിസ്റ്റം. ലാൻഡ് ക്രൂയിസർ VXRന്റെ ഒരു പ്രത്യേകതയാണ് റിമോട്ടായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്. അതായത് AC ഒക്കെ ഓൺ ചെയ്ത് നമുക്ക് വെക്കാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. 1 2 3 തേർഡ് പ്രസ് നമുക്ക് ലോങ് ആയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. സ്റ്റാർട്ടായി. അപ്പോൾ ഒരു 2 പ്രസ് ചെയ്തിട്ട് 3ാമത്തെ പ്രസ് ഒരു ലോങ് പ്രസ് ആണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ലാൻഡ് ക്രൂയിസർ VXRന്റെ പ്രത്യേകതകൾ. ഖത്തറിലെ VXRന്റെ പ്രൈസ് 375,000 ആണ് കേട്ടോ. 3,70,75,000 റിയാലാണ് ഈ ഒരു ഫുൾ ഓപ്ഷൻ VXRന്റെ ഹൈ എൻഡ് മോഡലിന്റെ പ്രൈസ് കേട്ടോ. ഇനി GXRലേക്കാണ് നമ്മൾ വരുന്നത്. GXRന്റെ പ്രൈസ് ആദ്യമേ പറയാം. 315,000 ആണ്. അതായത് 3,15,000 റിയാലാണ്. GXRൽ VXRനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കുറേ ഓപ്ഷൻസ് കുറവാണെന്നുള്ളത് തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ട മാറ്റം. VXRന്റെയും GXRന്റെയും ഗ്രില്ലിന്റെ ഡിസൈൻ ഓൾമോസ്റ്റ് സെയിം ആണെങ്കിലും കുറച്ച് ചേഞ്ച് ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ സീക്വൻഷ്യൽ ലൈറ്റ് ഈ ഒരു മോഡലിൽ വരുന്നില്ല, GXRൽ വരുന്നില്ല. പക്ഷേ സെൻസർ ഓപ്ഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ലൈറ്റ് ക്ലീനിങ്ങിന്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. പക്ഷേ VXR ഉള്ളതുപോലെ ക്യാമറ 4 സൈഡിലും ഈ ഒരു മോഡലിൽ വരുന്നില്ല എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. മിററിന്റെ മുകളിലൊക്കെ VXRൽ ക്യാമറ ഉണ്ടായിരുന്നു. അത് ഈ ഒരു മോഡലിൽ കാണാനില്ല കേട്ടോ. GXRന്റെയും VXRന്റെയും ടയർ സൈസ് 20 ഇഞ്ച് അലോയ് വീൽസ് തന്നെയാണ്. GXRലേക്ക് വരുമ്പോൾ VXR ഉള്ളതുപോലെ മിററിന്റെ മുകളിൽ അതുപോലെ തന്നെ ഡോർ ഹാൻഡിലിന്റെ മുകളിലൊന്നും ആ ഒരു ക്രോം ഫിനിഷ് വരുന്നില്ല. പിന്നെ VXRൽ ഒരു ജെനുവിൻ ലെതറാണ് യൂസ് ചെയ്തതെങ്കിൽ ഇതിൽ സീറ്റ്സ് ഒക്കെ നോർമൽ ലെതറാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ VXRൽ ചാർജിങ് സോക്കറ്റ് വയർലെസ് ചാർജിങ് പാഡ് ഉള്ളത് ഈ GXRൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ബാക്കി സ്റ്റിയറിംഗ് വീലിലാണെങ്കിലും കൺട്രോൾ ഓപ്ഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ഡിസ്പ്ലേയുടെ സൈസിൽ രണ്ടിലും മാറ്റമുണ്ട്. 12 ഇഞ്ചാണ് VXRലെ ഡിസ്പ്ലേ എങ്കിൽ ഇതിൽ 8 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ കൂൾ ബോക്സ് നമുക്ക് അതുപോലെ തന്നെയാണ്. 2 സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൂൾ ബോക്സ് ആണുള്ളത്. സെയിം സൈസാണ്. അതൊക്കെ നോർമൽ തന്നെ ആയിട്ടാണ് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ JBLന്റെ സ്പീക്കർ സിസ്റ്റം അല്ല GXRൽ വരുന്നത് എന്നുള്ളത് കാണാം. ഒരു CD പ്ലെയർ നമ്മുടെ VXRൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് GXRൽ നൽകിയിട്ടുള്ളത് എന്നുള്ളതും കാണാം. അതുപോലെ തന്നെ VXRൽ കാർബൺ ഫിനിഷ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇവിടെ നോർമൽ ഫിനിഷ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള GXRും VXRും തമ്മിലുള്ള പ്രത്യേകതകൾ കേട്ടോ. അതുപോലെ തന്നെ VXRൽ 4 ക്യാമറകളുള്ള സ്ഥലത്ത് GXRൽ 1 ക്യാമറ മാത്രം ബാക്കിൽ മാത്രമാണ് നൽകുന്നത്. പിന്നെ VXRൽ കണ്ട പോലെ തന്നെ 70th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടുള്ള വണ്ടിയാണെന്നുള്ളത് എൻഗ്രേവ് ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുറെ പ്രത്യേകതകൾ 2 വണ്ടികളും തമ്മിലുണ്ട്. പിന്നെ VXRൽ നമ്മൾ നേരത്തെ കാണിച്ചു ബാക്കിലെ ഡിക്കി നമ്മൾ ജസ്റ്റ് കാലൊന്ന് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവുന്നുള്ളത്. അതൊന്നും ഇതിൽ വരുന്നില്ല, GXRൽ വരുന്നില്ല. അപ്പൊ ആ ഒരു ചേഞ്ചുകൾ ഉള്ളത് കൊണ്ട് തന്നെ പ്രൈസിലും നല്ല ചേഞ്ച് ഉണ്ട്. 3,15,000 റിയാൽ 315,000 റിയാലാണ് ഈ ഒരു വണ്ടിയുടെ GXRന്റെ വില. മറ്റേത് 375,000 ആണ് അതിന്റെ വില. നമ്മൾ ഓൾറെഡി VXR കണ്ടു, GX കണ്ടു. ഇനി കാണാനുള്ളത് VX മോഡലാണ്. അപ്പോൾ VX മോഡലിൽ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 345,000 ആണ്. 3,45,000 റിയാലാണ് ഖത്തറിലെ വില. അപ്പോൾ ഇതിൽ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിലയുടെ കുറവിന്റെ കാരണം
VXR ഉള്ള കുറച്ച് ഫീച്ചേഴ്സ് ഇതിലില്ല എന്നുള്ളതാണ്. അതായത് ബ്രേക്ക് കൊളീഷൻ സിസ്റ്റം ഈ ഒരു വണ്ടിയിൽ വരുന്നില്ല, VX-ൽ വരുന്നില്ല. ബ്രേക്ക് കൊളീഷൻ സിസ്റ്റം എന്ന് പറയുന്നത് VXR-ലുള്ള ഒരു സേഫ്റ്റി ഫീച്ചറാണ്. അതായത് വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ ഇടിക്കാനുള്ള ഒരു സാധ്യത കണ്ടു കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം. അതുപോലെ തന്നെ മിററിൽ നമുക്കൊരു ഇൻഡിക്കേഷൻ നമ്മൾ VXR-ൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സൈഡിലൂടെ ഒരു ബ്ലൈൻഡ് സ്പോട്ട്, നമുക്ക് കാണാത്ത വശത്തൂടെ ഒരു വണ്ടി പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ലൈൻ ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിക്കേഷൻ VXR-ൽ വരുന്നുണ്ട്. അത് ഈ ഒരു മോഡലിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഒരു സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ ഓപ്ഷനാണ് VXR-ഉള്ളത്. മീൻസ് വണ്ടി ഒരു ക്രൂയിസ് കൺട്രോൾ ഇട്ടിട്ട് ഒരു 120 സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് നേരെ മുന്നിൽ മറ്റൊരു വണ്ടി ഒരു 100 ക്രൂയിസ് കൺട്രോളിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിലൊരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ വണ്ടിയുടെ സ്പീഡ് സെൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ VXR സ്പീഡ് ലിമിറ്റ് ചെയ്യും. ആ ഒരു ഓപ്ഷൻ ഈ വണ്ടിയിൽ വരുന്നില്ല. ഇതിന് നോർമൽ ക്രൂയിസ് കൺട്രോൾ ആണ് വരുന്നത് എന്നുള്ളതാണ്. ഇനി VX-ന്റെ ഉള്ളിലെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. VX-ന്റെ ഉള്ളിൽ ഓൾമോസ്റ്റ് എല്ലാം VXR പോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈവൻ മിററിന്റെ മുകളിലെ ക്രോം ഫിനിഷ്, ഡോർ ഹാൻഡിലിന്റെ മുകളിലുള്ള ക്രോം ഫിനിഷ് അതൊക്കെ ഉണ്ട്. ഉള്ളിലേക്ക് കിടക്കുന്ന സമയത്ത് VX-ലെ സീറ്റ്സ് സിന്തറ്റിക് ലെതർ ആണ്. നമ്മുടെ VXR-ൽ ജെനുവിൻ ലെതർ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ VXR-ലെ ഫ്രണ്ട് സീറ്റുകളും ബാക്ക് സീറ്റുകളും കൂളിംഗ് സിസ്റ്റം ഉള്ള സീറ്റുകളായിരുന്നു. VX-ൽ കൂളിംഗ് സിസ്റ്റം ഇല്ല. പക്ഷെ നമ്മുടെ കൂൾ ബോക്സ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഡിസ്പ്ലേയും സെയിം തന്നെയാണ്. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോളിലും ഓപ്ഷൻസ് ഒക്കെ സെയിം ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. 10 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം ആണുള്ളത്. പിന്നെ ആ ഒരു JBL-ന്റെ മ്യൂസിക് സിസ്റ്റം തന്നെയാണ് ഇതിലുള്ളത്. CD പ്ലെയറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് കാണാം. സൺറൂഫും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ആൻഡ് അതുപോലെ തന്നെ VXR ഉള്ളതുപോലെ തന്നെ വയർലെസ് ചാർജിങ് ഓപ്ഷൻ VX-ലും വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേസ് ഒക്കെ അതിലുള്ളതും ഇതിലുള്ളതും സെയിം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ ഒരു ചേഞ്ച് പറയാനുള്ളത്, VXR-നെക്കാളും കുറച്ചും കൂടി വലിയൊരു ഡിസ്പ്ലേ ആണ് ബാക്ക് സീറ്റിലിരിക്കുന്ന ആളുകൾക്ക് VX-ൽ കിട്ടുന്നത് എന്നുള്ളതൊരു പ്രത്യേകതയാണ് കേട്ടോ. അതുപോലെ ബാക്കിൽ AC വെന്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ VXR-ലുള്ളതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഡോറിന്റെ മുകളിലുള്ള കാർബൺ ഫിനിഷ് കാണാം. പിന്നെ ഒരു ചേഞ്ച് ഉള്ളത്, VXR-ൽ ഒരു സീക്വൻഷ്യൽ ലൈറ്റ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഉണ്ടായിരുന്നു. പക്ഷെ VX-ൽ വരുമ്പോൾ ഫ്രണ്ടിൽ മാത്രമേ ആ ഒരു സീക്വൻഷ്യൽ ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഫ്രണ്ടിലെ ഡിസൈൻ ഒക്കെ സെയിം ആണ്. VXR-ന്റെയും അതുപോലെ തന്നെ VX-ന്റെയും ഡിസൈൻ സെയിം ആണ്. VXR കണ്ടോ, അങ്ങ് കണ്ടോ? അപ്പോൾ രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ക്യാമറ 4 സൈഡിലുള്ള ക്യാമറകൾ, അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ലാമ്പ് വാഷ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ സെൻസറുകൾ, 20 ഇഞ്ച് അലോയ് വീൽസ് ഒക്കെ സെയിം ആയിട്ടാണ് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ VX-ൽ 1 ടച്ച് ഡിക്കി ഓപ്പണിംഗ് ബട്ടൺ ആണുള്ളത്. അവിടെയാണ് ആ ഒരു ബട്ടൺ. അതിൻ്റെ നേരെ ചേർന്നിട്ട് ഒരു ക്യാമറ നമുക്ക് കാണാം. പിന്നെ 1 ടച്ച് തന്നെ അത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, VXR-ൽ നമ്മൾക്ക് ഇങ്ങനെ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ, കാലൊന്ന് ജസ്റ്റ് അടിയിൽ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിക്കി ഓപ്പൺ ചെയ്യായിരുന്നു. ആ ഒരു ടെക്നോളജി ഇതിലില്ല. അതുപോലെ VXR-ഉം VX-ഉം തമ്മിലുള്ള മറ്റൊരു മേജർ ഡിഫറൻസ് ആണ്, VXR-ൽ ഒരു ബട്ടൺ ഇവിടെ നൽകിയിട്ടുണ്ടായിരുന്നു. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലെ ഈ ഒരു കാർഗോ സ്പേസിലുള്ള 2 സീറ്റുകൾ ഓട്ടോമാറ്റിക്കലി തുറന്നു വരുമായിരുന്നു. ഇവിടെ ഓട്ടോമാറ്റിക്കലി തുറക്കില്ല, നമ്മൾ മാനുവൽ ആയിട്ട് തുറക്കണം. ഇതൊക്കെയാണ് VXR-ഉം VX-ഉം തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് ദൂരം കടന്നുപോയി, കാരണം നമുക്ക് 3 വണ്ടികൾ പരിചയപ്പെടുത്താനുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് VXR-ന്റെയും GXR-ന്റെയും VX-ന്റെയും ഒക്കെ പ്രത്യേകതകൾ. ഇനിയും ഒരുപാട് മോഡൽ വണ്ടികളുണ്ട്. ഇതൊക്കെ ഏറ്റവും മേജർ ആയിട്ടുള്ള വണ്ടികൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. മാർക്കറ്റിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വണ്ടികളാണല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണിച്ചു തരാൻ പറ്റിയതിൽ വലിയ സന്തോഷം, നിങ്ങൾ കണ്ടതിൽ വലിയ സന്തോഷം. തുടർന്നും നമുക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് തരാം. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട്, നിങ്ങൾ കാണുന്നതുകൊണ്ടാണ് നമുക്ക് ടൊയോട്ട ഇതുപോലുള്ളൊരു ഓപ്ഷൻ തരുന്നത്, ഇതുപോലുള്ളൊരു സെറമണിയിലേക്ക് ഒരു ഇൻവിറ്റേഷൻ ലഭിക്കുന്നതും ഇതുപോലെ കണ്ടന്റുകൾ ചെയ്യാൻ സാധിക്കുന്നതും. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്.